സർ, ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ അന്യായമായി ഒഴിവാക്കി എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആരംഭിച്ചിരിക്കുന്ന വിവാദം നമുക്കെല്ലാവർക്കും അറിവുള്ളത്. ആ കേസ് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ കേസ് പരിശോധിച്ച സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ നാട്ടിലെങ്ങും വൈറലായിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 65 ലക്ഷം പേരെ പുറത്താക്കിയിട്ടും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി, അത് അന്യായമായിട്ട് BJP സർക്കാർ പുറത്താക്കി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷെ അത് സംബന്ധിച്ച് 2 പരാതികൾ മാത്രമാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോടതിക്ക് കോടതി പറയുകയാണ്, ഇത് അത്ഭുതപ്പെടുത്തുന്നു. ഈ പാർട്ടികൾ 65 ലക്ഷം പേരെ പുറത്താക്കിയെന്ന് പറയുന്ന നിങ്ങൾ ഇത് സംബന്ധിച്ച് 2 പരാതികളാണ് ഇതുവരെ സമർപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ അർത്ഥം സാർ? എന്താണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിന് പരാതിപ്പെടാനുള്ള അവസരം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും വെറും 2 പരാതികളാണ് ഈ 65 ലക്ഷം പേരെ പുറത്താക്കിയിട്ടും ഉണ്ടായിരിക്കുന്നത്? ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഒരു കളിയും നമ്പരുമാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം, ഇത് പ്രതിപക്ഷത്തിനും അറിയാം, ഇത് വെറും നമ്പരാണ്. BJP അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒതുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ വോട്ടർമാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. പണ്ട് തിരുവിതാംകൂറിലെ ഒരു രാജാവ് അന്യ ദേശത്ത് നിന്ന് വന്ന പടയാളികളെല്ലാം കൂടി ആക്രമിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു രക്ഷമില്ല. സൈനിക ബലം കൊണ്ട് നേരിടാൻ പറ്റില്ല. ചോളനാണോ രാജേന്ദ്ര ചോളനാണോ ആരാണെന്ന് അറിയില്ല, പാണ്ടിപ്പട എന്നാണ് പറയുന്നത്. വന്നപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു? നല്ല മതിലുമില്ല, രാജാവിന് കോട്ടകളുമില്ല, അക്രമം ഭയക്കാത്ത രാജാവ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല സമാധാനകാംക്ഷികളായ പ്രജകളും. അപ്പോൾ അദ്ദേഹം വിദഗ്ധരുമായിട്ട് ആലോചിച്ച് നമ്മുടെ പനമ്പുണ്ടല്ലോ, ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന പനമ്പ്, ആ പനമ്പ് കൊണ്ട് അവരിങ്ങോട്ട് കടന്നു വരാൻ അരുവാമൊഴി, അപ്പോൾ അവിടെ ആരുവാമൊഴി അവിടെ ഇങ്ങനെ പനമ്പ് കൊണ്ട് ഇങ്ങനൊരു മറ തീർത്തു. പ്രശാന്ത് വിചാരിക്കും ഈ പനമ്പ് കൊണ്ട് എങ്ങനെയെന്ന്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ പനമ്പിൻ്റെ കൂടത്ത് സിമെൻ്റൊന്നുമില്ലെന്ന്, ചാണകം ധാരാളമുണ്ട്, പശുക്കൾ ധാരാളമുണ്ട് ആ കാലത്ത്. ചാണകം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അത് ഈ നമ്മുടെ കരിങ്കല്ലില്ലേ, കറുത്ത കരിങ്കല്ലുമുണ്ട് വെളുത്ത കരിങ്കല്ലുമുണ്ട്, അതിൽ കറുത്ത കരിങ്കല്ലിൻ്റെ പരുവത്തിൽ ഷേപ്പാക്കി നല്ല കലാകാരൻ കണ്ടു കഴിഞ്ഞാൽ നല്ല കൂറ്റൻ മതിൽ എന്ന് തോന്നും. അപ്പോൾ പടയാളികൾ വിഷു നമ്മൾ വെറുതെ വേസ്റ്റായി പോയോ, ഇത് നമുക്ക് പീരങ്കിയില്ലെന്ന്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കടന്നു കയറും? ഈ ആന, കുതിര, അങ്ങനെ കാലാൾ, അങ്ങനെയുള്ള പടയാളികളെ എങ്ങനെ കയറാം? തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ രാജാവിൻ്റെ ഒരു അനുയായി തന്നെ അയാൾക്ക് പാര വയ്ക്കാനായിട്ട് എന്ത് ചെയ്തു? ഒരറ്റത്ത് നിന്ന് പതുക്കെ സൈന്യത്തിന് നേരെ ആ മതിലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടി എന്ന് പച്ചയായിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? ഇതിലെ കഥാപാത്രങ്ങളൊക്കെ വളരെ പ്രതീകാത്മകം എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആട്ടി കാണിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുപ്പും ജനാധിപത്യം ഇത്രയേ ഉള്ളൂ. ആരെ കാണിക്കുന്നു? ട്രംപിനെ കാണിക്കുന്നു, ഷീ ജിൻപിങ്ങിനെ കാണിക്കുന്നു, പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ അദ്ദേഹത്തിനെ ആദ്യം മുനീറിനെ, പിന്നെ ഇങ്ങനെയുള്ളവരെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യം ദുർബലമാണെന്ന്. നേരത്തെ പറഞ്ഞു പഗാസസ് അഴിമതി നടക്കുന്നു, അതുപോലെ റഫാൽ അഴിമതി നടക്കുന്നു, അതുപോലെ പിന്നെ പറഞ്ഞത് പൗരത്വ ബില്ല് മുസ്ലിങ്ങളെ പുറത്താക്കാനാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മുത്തലാഖ് ബില്ലിനെതിരെ സമരം നടത്തി ഒരുപാട് പേരുടെ ജീവൻ കളഞ്ഞു ഈ പയ്യന്. ഇതെല്ലാം പരാജയപ്പെട്ടു, എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു, ഒന്നുപോലും വിജയിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. വോട്ടുചോരി ആരോപണം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെതിരെ കേസെടുക്കുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യേണ്ടതാണ്. അവരെന്തുകൊണ്ടോ അത് ചെയ്യാൻ വൈകുന്നു, അത് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിരന്തരം പരാജയപ്പെട്ടിട്ടും ഈ രാഹുലും കൂട്ടരും ഇത്തരത്തിലുള്ള നിരർത്ഥകമായ വ്യാജ ആരോപണങ്ങളും പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കുന്നത്. അതെ, അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, പിന്നെ പ്രശാന്ത്, അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ജാനേഷ് കുമാറിന് അറിയില്ല, എൻ്റെ വീടിനടുത്തൊരു വിലാസിനി ഭായി ഉണ്ട്. ഈ വിലാസിനി ഭായിയുടെ പേര് എൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ, തദ്ദേശ ഭരണ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതവരെ അറിയുക പോലുമില്ല അവരവിടെ ഉണ്ടോ, എന്താണ് അവരുടെ ജീവിതക്രമം, വീട് എവിടെയാണ്, എവിടെയൊക്കെ. അത് അസാധ്യമാണല്ലോ സാർ. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്.
അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ നോക്കൂ 150 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ എന്നാണ് ഇപ്പോഴത്തെ സങ്കല്പം. അല്ല 100 കോടിയെങ്കിലും വോട്ടർമാരുണ്ട്. അതിൽ ജനങ്ങളിൽ 100 കോടിയെങ്കിലും വോട്ടർമാർ, ഇപ്പം 101 കോടി ആയിക്കോട്ടെ. നമ്മൾ ഈ പറയുന്ന നിമിഷം പോലും ഈ പട്ടിക പൂർണ്ണമല്ല, ആക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരാൾ എവിടെയെങ്കിലും മരിക്കും, ഒരു ഭാഗത്തിരിക്കുന്നവർ മരിക്കും, മറുഭാഗത്തിരിക്കുന്നവർ ജനിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുത്താൻ ജനിച്ചു, അവനിപ്പോൾ 18 വയസ്സ് ആകുമ്പോൾ ഞാനിങ്ങനെ പേരെഴുതി വെക്കാൻ പറ്റില്ല, മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പേര് വെട്ടാൻ. അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു യന്ത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ഈ തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 2 സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബൂത്ത് ലെവൽ ഓഫീസർ. ഈ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ അങ്ങേരോ കേന്ദ്ര ഗവൺമെൻറ്റോ ശമ്പളം കൊടുക്കുന്ന ആൾക്കാരല്ല, സംസ്ഥാന സർക്കാരുകൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാർ, റവന്യൂ ജീവനക്കാരൻ. അതെ, അവർ ആണ് വീടുകളിൽ പോയി വേണമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും പോകാറില്ല. എന്യൂമറേറ്റർമാരിപ്പോൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല സമ്പ്രദായം, കാലം മാറി. ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗം. അല്ല സാർ, ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു വോട്ടറിൻ്റെ പേര് ചേർക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വോട്ടേഴ്സ് ID കാർഡ് കൊടുക്കുന്നതിനും എല്ലാം ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ മുഴുവനും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് കളയാനാണ് രാഹുലിൻ്റെ ശ്രമം. അതല്ല എൻ്റെ പോയിന്റ് അതല്ല. ആ ബൂത്ത് ലെവൽ പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത സ്റ്റാഫ് എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കും ഓരോ ബൂത്തിലും ഓരോ ഏജന്റിനെ വെക്കാം. ഈ ഏജന്റുമാരാണ് ഇങ്ങനൊരു പട്ടിക കണ്ടാൽ ബൂത്ത് ലെവൽ ഓഫീസറോട് ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ഇയാൾ താമസം മാറിപ്പോയിട്ട് 6 മാസത്തിൽ കൂടുതലായി, ഇതൊക്കെ. അല്ലെങ്കിൽ ആൾ മരിച്ചു പോയിട്ട് 2-3 ദിവസമായി, ഒരു 3 ദിവസം മുമ്പ് മരിച്ചു, വോട്ടെടുപ്പിന് 3 ദിവസമോ 2 ദിവസമോ മുമ്പ് മരിച്ചു പോകുന്ന ഒരാളിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് ഇന്ന ഏജന്റിന് അറിയാൻ സാധിക്കും. ആ ഇന്ന ഏജന്റ് കൃത്യമായിട്ട് പറയും, ഈ ആൾ മരിച്ചുപോയി, ഈ ആളിന് വോട്ടില്ല. കുറ്റമറ്റ ഒരു സംവിധാനമാണ്. ആ കുറ്റമറ്റ സിസ്റ്റം തന്നെയാണ് ആദ്യം മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു വരുന്നത്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ പയ്യൻ വിളിച്ചു പറയുകയാണ്, പപ്പു എന്ന് പറയുന്നത് അന്വർത്ഥമാണ് പേരെന്ന് തോന്നിപ്പിക്കും വിധം പറയുകയാണ്, വോട്ട് ചോരി കിയ, BJP के लिए വോട്ട് ചോരി കിയ. ഉത്തരേന്ത്യയിലെ ഈ ഇദ്ദേഹം പോകുന്ന പ്രദേശങ്ങളിലെ പാവപ്പെട്ട ഗ്രാമീണർ അത് വിശ്വസിക്കും. കാരണം അവർക്ക് ഇതുപോലെ കേരളത്തിലെ പോലെ പോലും വിദ്യാഭ്യാസമില്ല, നിരക്ഷരരാണ്. ഇത് കേട്ട് അവരെ എല്ലാം കൂടെ ഞങ്ങളുടെ വോട്ട് അദ്ദേഹം മോഷ്ടിച്ചു, കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെ കൂടും. അതവർക്കറിയാം. പക്ഷേ ആ തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രാമാന്തരങ്ങളിലെല്ലാം നിങ്ങളുടെ ഓരോ പാർട്ടിക്കും ഓരോ ഏജന്റ് വീതമുണ്ട്. ഈ ഏജന്റുമാർക്ക് ഈ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെലവിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരൊന്നും നോക്കണം, അത് കണ്ണ് തുറന്നൊന്നും നോക്കിയാൽ മതി. അതിൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അതിനെത്ര സമയമാണ് കിട്ടുന്ന? 6 മാസം. അതാണ് കമ്മീഷൻ പറഞ്ഞത്. സംസ്ഥാനത്ത് ബീഹാറിലെയാണ് 1.6 ലക്ഷം പാർട്ടി ഏജന്റുമാർ ദിവസവും 10 പേരുകളെങ്കിലും പരിശോധിച്ചാൽ ഒരുപാട് ദിവസം 16 ലക്ഷം പേരുടെ നമുക്ക് ഇതിനകത്ത് സംസ്ഥാനം മുഴുവൻ തീർക്കാൻ പറ്റും. അങ്ങനെ 16 ലക്ഷം ഒരു 3 ദിവസം കൊണ്ട് ഈ 65 ലക്ഷവും പരിശോധിക്കാം. മിണ്ടാതിരുന്നും കൊണ്ട് ഈ ഗുണ്ടാവണ്ടിയായിട്ട് വഴിനീള വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് വെറുതെ ജനങ്ങളിൽ ആശയക്കുഴപ്പം, നമ്മുടെ ഇന്ത്യക്കാരെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിദേശിയുടെ രാജ്യവിരുദ്ധ യാത്രയാണ്. ഈ രാഹുൽ മാൺകൂട്ടത്തിൽ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. അതിന് കുടപിടിക്കാൻ KC വേണുഗോപാലിനെ പോലെ കുറേ വൈതാളികരുമുണ്ട്. രാജ്യത്തിൻ്റെ ശാപമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിൻ്റെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയല്ല, ഇന്ത്യയിലെ ഒരു പൗരൻ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, രാജ്യത്തിനേറ്റ ശാപമാണ്, രാഹുകാലമാണ് രാഹുൽ ഗാന്ധി. ഇതിനപ്പുറം കോടതി നിരാകരിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു, എല്ലാവരും നിരാകരിച്ചു കഴിഞ്ഞിട്ട് താനാണ് ഐ ആം ദി റൂൾ എന്ന് ഒളിവർ ക്രോംവെൽ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് വല്ലാത്ത സങ്കടമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിവരമില്ല. വിവരമുള്ള രാഷ്ട്രീയക്കാർ ഇതിന് കുടപിടിച്ച് നമുക്ക് അവനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുക, എന്നിട്ട് കുരങ്ങനെ കൊണ്ട് കുട്ടിച്ചോറ് മാന്തിക്കുന്ന പോലെ മാന്തിച്ച് അതിൻ്റെ മറവിൽ
അധികാരമോഹവുമായി നടക്കുന്ന കുറേ ആളുകളുടെ ഒരു യാത്രയാണ് ഈ വോട്ട് അധികാർ യാത്ര.